നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങളും അളക്കപ്പെടും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യം. ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ അന്യരെ വിധിക്കരുത് എന്നാണ്. ഈ കാലഘട്ടം എന്നത് എവിടെയും വിധിയും വിധി പ്രഖ്യാപനങ്ങളും മാത്രമാണ്. ഇന്നത്തെ ചാനൽ ചർച്ചകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് തെളിവുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ വിധി പ്രഖ്യാപിക്കലാണ്. നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ ക്ലീൻ ചിറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള വ്യഗ്രതയിലാണ് നാം എല്ലാവരും. നമ്മളൊക്കെ അളക്കാൻ ശ്രമിച്ച അളവുകോല് കൊണ്ട് തന്നെ ഒരിക്കൽ നമ്മളും അളക്കപ്പെടും. അന്ന് അളന്ന് കിട്ടിയതൊക്കെ വെറും 6 അടി മണ്ണിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു ദിവസം വരും. കുഞ്ഞായിരിക്കുമ്പോൾ മുറ്റത്തെ പച്ചമണ്ണ് വാരിത്തുന്നതും അത് കണ്ട് അമ്മ ഓടി വന്ന് ശകാരിച്ചതും ചെറിയ ചെറിയ നുള്ളുമടിയുമൊക്കെ കിട്ടിയതും നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞതുമൊക്കെ കാലം യവനികയ്ക്കുള്ളിൽ മറച്ചു കളഞ്ഞു. പക്ഷേ അന്ന് നമ്മൾ വാരിത്തിന്നാൻ ശ്രമിച്ച മണ്ണ് മറ്റൊരിടത്ത് നമ്മളെ കാത്തു കിടപ്പുണ്ട്. അതൊരിക്കലും മറക്കരുത്. അതൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു മണ്ണിൻ്റെ പ്രതികാരമാണ്. ജനിച്ചു വീണപ്പോൾ നോക്കിച്ചിരിച്ച പലരെയും കരയിപ്പിക്കുന്ന ഒരു തരം പ്രതികാരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് നിയമജ്ഞരും ഫരീസരും യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു രംഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവിടെ വിവരിക്കുന്നുണ്ട്. യേശു പതിവ് പോലെ വീണ്ടും ദേവാലയത്തിൽ പ്രഭാതത്തിൽ തന്നെ എത്തുകയും അവിടെ യേശുവിനോട് കൂടെയായിരുന്നവരെ, അവിടെ കൂടി നിന്നവരെ യേശു പഠിപ്പിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ നിയമജ്ഞരും ഫരീസരും വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി അവരുടെ നടുവിലേക്ക് വന്നു നിർത്തി. അവർ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇവൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ നിയമത്തിൽ ഇങ്ങനെയുള്ളവരെ കല്ലെറിയുവാൻ നിയമമുണ്ട്. അങ്ങ് എന്തു പറയുന്നു? യേശുവിൻ്റെ അടുത്ത് വന്ന ഈ നിയമജ്ഞരെയും ഫരീസരെയും മറ്റുള്ളവരെയും യേശു കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അവളിലൂടെ യേശുവിനെ നിയമത്തിൻ്റെ കുരുക്കിലാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവളെ കല്ലെറിയുക എന്നതിലുമപ്പുറം എങ്ങനെ യേശുവിനെ കുരുക്കാം, യേശുവിനെതിരെ വിധി പ്രഖ്യാപിക്കാം എന്നതായിരുന്നു അവരുടെ മനസ്സു നിറയെ. അത് മനസ്സിലാക്കിയ യേശു കുനിഞ്ഞ് വിരലുകൾ കൊണ്ട് നിലത്ത് മണ്ണിൽ എഴുതിക്കൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും ഫരീസയരും നിയമജ്ഞരും മറ്റും ഈ ചോദ്യം അവിടുത്തോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന് അവരോട് ഇതിലൊരു മറുപടി പറയേണ്ടതായി തന്നെ വന്നു. വേഗം യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. യേശുവിനെ അറിയാമായിരുന്നു, ഇവളെ പിടിച്ചുകൊണ്ട് വന്നതിൽ പലരും ഇവളുമായി പാപത്തിൽ ഏർപ്പെട്ടവരും അവളെ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ ഇടവന്നവരുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു അവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഇത് കേട്ടപാടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മുതിർന്നവർ മുതൽ കല്ലുകൾ താഴെയിട്ടിട്ട് തിരിഞ്ഞു നടന്നു എന്നാണ്. അപ്പോൾ ഇവളെ കല്ലെറിയാൻ വന്നവരിൽ മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അവളും യേശുവും തന്നെയായ ഒരു നിമിഷം. ആ സമയത്ത് യേശു അവളോട് ചോദിച്ചു,
സ്ത്രീയെ, അവർ നിന്നെ വിധിച്ചില്ലേ? അവൾ വേഗം പറഞ്ഞു, ഇല്ല കർത്താവേ, അവരെന്നെ വിധിച്ചില്ല. മരണം മുന്നിൽ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ വധിക്കും, എറിഞ്ഞു കൊല്ലും എന്ന് തീർത്തുവെച്ച് അവരുടെ ഇടയിൽ വന്നു നിന്നിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് കർത്താവിനോട് ഉത്തരം പറയുകയാണ്, അവരാരും എന്നെ വിധിച്ചില്ല. യേശു അപ്പോൾ അവളോട് പറയുന്നൊരു മറുപടിയുണ്ട്, എന്നാൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിയും മേലാൽ നീ പാപം ചെയ്യരുത്. ആ നിമിഷം മുതൽ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും യേശുവും നമ്മളും തനിച്ചാകുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും. വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന്. ആ പറഞ്ഞവൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അവിടുന്ന് നമ്മളും മാത്രമായിരിക്കുന്ന ആ നിമിഷത്തിൽ നമ്മളെ വിധിച്ചവരെയും നമ്മൾക്കെതിരെയുണ്ടായ വിധികളെയും നമ്മൾ വിധിച്ചവരെയും ഒക്കെ അവൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുക. യേശുവിന് നമ്മളോട് പറയാനുള്ളതും ഇതുതന്നെയാണ്. ഇനിമേലിൽ പാപം ചെയ്യരുത്. മറ്റുള്ളവരുടെ വിധികൾ ഇന്നും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാകാം. ആ വേദനകളെല്ലാം ലോകത്തിൻ്റെ മൊത്തം വിധിയാളനായി ഇനിയും വരാനിരിക്കുന്ന, കുരിശുമരണത്തോളം നമ്മെ സ്നേഹിച്ച, അവസാന തുള്ളി രക്തം വരെ ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി പകർന്നു തന്നവനായ യേശുവിൻ്റെ മുന്നിൽ ഇറക്കി വയ്ക്കാം. നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും നമ്മുടെ മേലുള്ള സകല വിധികളെയും എന്നേക്കുമായി നിർവീര്യമാക്കാനും കഴിവുള്ളവൻ്റെ മുൻപിൽ നമ്മളിരിക്കണം. നമ്മളെ ഒന്നും വിധിക്കാൻ ആർക്കും യാതൊരു അവകാശവുമില്ലെന്നേ. കാരണം നമ്മൾ എന്താണ് ജീവിതത്തിൽ അനുഭവിച്ചതെന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ പറയാൻ കഴിയും? പലരും പല കഥകളും നമ്മളെക്കുറിച്ച് കേട്ടെന്നിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ അനുഭവിച്ച യഥാർത്ഥ വേദനയോ പ്രശ്നങ്ങളോ ആയിരിക്കണമെന്നില്ല. തിരിച്ചു വരാത്ത, എന്നേക്കുമായി പടിയിറങ്ങിപ്പോയ ഇന്നലകളെയും നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത നാളുകളെയും എന്നേക്കുമായി മറന്നേക്കുക. കിട്ടാതെ പോയ, ലോകം തരുമെന്ന് നമ്മൾ കരുതിയിരുന്ന അംഗീകാരങ്ങളെ ഓർത്ത് സങ്കടമൊന്നും വേണ്ടെന്നേ. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയാതെ പോയ സ്നേഹത്തെ ഓർത്ത് നഷ്ടബോധവും വേണ്ട. ഒറ്റപ്പെടുത്തിയതിൽ നിരാശയും വേണ്ട. തളരുമ്പോൾ താങ്ങായി വരുമെന്ന് കരുതുന്ന സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ചിന്തയും വേണ്ട. നാളെക്കുറിച്ചുള്ള ആകുലതയും വേണ്ട. വിശുദ്ധ മത്തായി ശ്ലീഹ 6-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നാളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലരാകണ്ട. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതിൻ്റേതായ ക്ലേശം മതി. സങ്കടങ്ങൾ നൽകിയ ദിനങ്ങളെ വേഗമങ്ങ് മറക്കണം. അത് നൽകിയ പാഠത്തെ ഒരിക്കലും നമ്മൾ മറക്കരുത്. മരണശേഷം നല്ലതോ ചീത്തയോ പറയുന്നവരെ പറ്റി ആശങ്കയൊന്നും വേണ്ട. പഠിച്ചും പഠിപ്പിച്ചും പരീക്ഷിച്ചും പകർത്തിയും തിരുത്തിയും യേശുക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കുക. നമ്മുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നമുക്കിടമില്ലാത്തതും നമ്മളെ വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് ദുഃഖിക്കാനൊന്നും പോകരുത്. അവരൊന്നും നമ്മളെ ഓർക്കുമെന്ന് പോലും ഉറപ്പില്ല. നമ്മൾ സ്നേഹിക്കുന്നവർ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്നവർ കൂടി നമുക്ക് ചുറ്റുവട്ടം ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. വേദനിപ്പിച്ച വ്യക്തിജീവിതത്തിലേക്കൊക്കെ ഒരിക്കലൊന്ന് തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ഒരു ഹസ്തദാനമൊക്കെ കൊടുക്കണം. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് നമുക്കും പറയാം, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം സാധിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ എല്ലാമല്ലേ. എല്ലാമുണ്ടെങ്കിലും എന്തുമായെങ്കിലും ദൈവമില്ലെങ്കിൽ പാഴായില്ലേ. ഒന്നുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ എല്ലാമല്ലേ. എല്ലാമുണ്ടെങ്കിലും എന്തുമായെങ്കിലും ദൈവമില്ലെങ്കിൽ പാഴായില്ല.